രാജസ്ഥാൻ ഗുജറാത്തുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ ഗുജറാത്ത് ജയിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ ദയനീയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. രാജസ്ഥാൻ ടീമിൽ ആരും തന്നെ ശരിക്ക് കളിച്ചില്ല. സഞ്ജുവും ഹേറ്റ്മറുമാണ് ഒന്ന് അടിച്ചു കളിച്ചത്. ബാക്കി എല്ലാവരും ഫ്ലോപ്പായി. രാജസ്ഥാൻ പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഗുജറാത്ത് ആയിരുന്നു. അവർക്ക് തുടക്കം തന്നെ മികച്ചതായിരുന്നു. ജോഫ്രെ ആർച്ചർ ഗില്ലിന് പുറത്താക്കിയപ്പോൾ രാജസ്ഥാൻ ആരാധകർ സന്തോഷിച്ചു. എന്നാൽ ഈ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. സായ് സുദർശൻ അടിച്ചു കളിച്ചു. 82 റൺസാണ് സായ് സുദർശൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. ഇതോടുകൂടി കൂറ്റൻ ടാർഗറ്റാണ് ഗുജറാത്തിന് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ 217 റൺസാണ് ഗുജറാത്ത് നിന്ന് അടിച്ചു കൂട്ടിയത്. ശരിക്കും രാജസ്ഥാന് ഈ റൺസ് മറികടക്കാമായിരുന്നു. എന്നാൽ രാജസ്ഥാന്റെ തുടക്കം തന്നെ പിഴച്ചു. ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. പിന്നീട് വന്ന നിതീഷ് റാണയ്ക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ രണ്ട് താരങ്ങൾ പെട്ടെന്ന് ഔട്ടായപ്പോൾ രാജസ്ഥാൻ ശരിക്കും ഒന്ന് ഡൗൺ ആയി. ആരൗട്ടായാലും ഒരു ഭാഗത്ത് സഞ്ജു അടിച്ചു കളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് റിയാൻ പരാഗ് സഞ്ജുവിനെ സപ്പോർട്ട് കൊടുത്തു. എന്നിട്ടും രാജസ്ഥാൻ ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല. സഞ്ജു കുറച്ചു നേരം പിടിച്ചു നിന്നു. പിന്നീട് 41 റൺസിൽ സഞ്ജുവും ഔട്ടായി മടങ്ങി. ക്യാപ്റ്റൻ സഞ്ജു പോയപ്പോൾ രാജസ്ഥാൻ ഡൗൺ ആയി. ഹേറ്റ്മർ കുറച്ച് കളിച്ചുവെങ്കിലും രാജസ്ഥാൻ ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇപ്പോൾ രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് രാജസ്ഥാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്ലേ ഓഫ് കാണാതെ പുറത്താകും. രാജസ്ഥാൻ ബാറ്റിംഗിൽ വളരെ ഫ്ലോപ്പാണ്. ഒരുപാട് താരങ്ങൾ രാജസ്ഥാനിലുണ്ട്. പക്ഷെ എല്ലാവരും കൃത്യമായിട്ട് ഫോം ആവുന്നില്ല. ജയ്സ്വാൾ കറക്റ്റ് ഓപ്പണിംഗിൽ ഫോം ആയാൽ രാജസ്ഥാൻ ടീമിന് അത് ഗുണകരമായേനെ. ജയ്സ്വാൾ ആകെ കൂടി ഒരു മാച്ചിൽ മാത്രമാണ് ഇതുവരെ ഫോം ആയിട്ടുള്ളത്. ബാക്കി എല്ലാറ്റിലും ഫ്ലോപ്പാണ്. ജയ്സ്വാൾ സഞ്ജു കൂട്ടിയിട്ടുണ്ടായാൽ മാത്രമേ രാജസ്ഥാന് വലിയ സ്കോറുകൾ നേടാൻ സാധിക്കൂ. അതുകൊണ്ട് ഫോമിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.